തൃശ്ശൂർ കെ മുരളീധരൻ ആദ്യം കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലിപ്പോൾ പൂരം കലക്കുന്നത് ഡെലിബറേറ്റിലായി നടന്നതാണ് എന്നാണ് വരുന്നത്. ഇപ്പോൾ ADGP കൊടുത്ത റിപ്പോർട്ടിന് വിയോജനക്കുറിപ്പോടെയാണ് DGP മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ആ അന്വേഷണ രീതി തന്നെ തെറ്റല്ലേ? ADGPക്കായിരുന്നു അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് ആക്ഷേപം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഒതൻറ്റിക് ആവുന്നത്? അപ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മളെ തന്നെ ചുമതലപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? സത്യത്തിൽ ഗവൺമെൻറ് ചെയ്തത് തെറ്റായ കാര്യമല്ലേ? എന്തായാലും DGPയുടെ റിപ്പോർട്ട് വരട്ടെ. ഇത് നേരത്തെ നമ്മുടെ വയനാട്ടിലെ കാൻഡിഡേറ്റ് സൂചിപ്പിച്ചതല്ലേ, CPIയുടെ. ഇത് ആദ്യമായിട്ട് പ്രതിപക്ഷത്തിന് മുൻപേ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പേ പറഞ്ഞത് CPIയുടെ നേതാവ് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ അതുണ്ട് എന്നുള്ളത്. ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണല്ലോ, ADGP RSSൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ടുള്ള കാറ് മാറ്റിവെച്ച് പ്രൈവറ്റ് കാറിൽ സംസാരിച്ചു. അപ്പോൾ എന്തോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ കാര്യം, ഒന്നിക്കലൊരു സന്ദേശം കൈമാറാൻ, അല്ലെങ്കിൽ എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോയെന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ സർക്കാർ RSS നേതാവിനെ കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ സർക്കാർ കാറിൽ നേരിട്ട് പോയാൽ ആരും അത്ഭുതം പറയില്ല. ഇത് രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം, അതും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. എനിക്ക് മനസ്സിലാവുന്നില്ല CPM പോലുള്ളൊരു പാർട്ടി എന്തുകൊണ്ടാണ് ഇത് ലൈറ്റായിട്ട് എടുക്കുന്നത്. ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം വന്നിട്ടും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എടുക്കുന്നത്? എന്തായിരുന്നു ഡീല്? ഇനി സ്വകാര്യ ആവശ്യത്തിന് കണ്ടതാണോ? അത് പറയട്ടെ എന്ന്. അപ്പോൾ ഇത് വ്യക്തമാണ്, ഈ കാര്യമായ സംശയമില്ല. CPM-ഉം BJP-യും RSS-ഉം ഒക്കെ ആയിട്ടുള്ള രഹസ്യ ഡീലിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ മൗനം അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അത് ഗൗരവമുള്ള കാര്യമാണെന്ന്. ഗൗരവമുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ആരെയും ഏൽപ്പിച്ചത് അന്വേഷിക്കാൻ? അതേ ആരോപണം നേരിടുന്ന ആൾ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളോട് വന്നതാണ് കാര്യം, റിപ്പോർട്ട് ഒതൻറ്റിക്കാമെന്നോ എനിക്കറിയില്ല. DGP അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ ആകപ്പാടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര പാർട്ടിയാണെങ്കിൽ ആരോട് പറയാൻ? പക്ഷേ ഇത് ഗൗരവതരമായ കാര്യമല്ലേ? ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അങ്ങേയറ്റത്തെ വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണത്. അദ്ദേഹം ഇരിക്കുന്ന പദവി എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന രീതിയിലാണ്. അപ്പം ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുക എന്ന് പറയുന്നത് വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് അർത്ഥമല്ലേ? സ്വാഭാവികം. വിയോജനം അറിയിച്ചിരുന്ന ഭരണകക്ഷി MLA-യും ഇപ്പോൾ മൗനത്തിലേക്ക്, നിർബന്ധിതാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, CPM ഈ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു ഗവൺമെൻറ്. ഇത് മനസ്സിലാവുന്നവരാണ് കേരളത്തിലെ സമൂഹമല്ല. ഗവൺമെൻറ് ആ ട്രാൻസ്പെറൻസി കാണിച്ചു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഒരു ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഈ കുമാരി ഷെൽജയുടെക്ക് കുറേ നാൾ അവർ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. സുർജേവാലയ്ക്ക് പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുണ്ടോ? എന്താ ഒരു എല്ലാം പരിഹരിച്ചല്ലോ. ഷെൽജയുടെ പത്രസമ്മേളനം ഒന്നും കണ്ടില്ലേ? സുർജേവാല എല്ലാവരും സജീവമായിട്ടുണ്ട്. ഇപ്പം നാളെ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ട് അവിടെ. എല്ലാവരും ഉണ്ടാവും പരിപാടിയിൽ. എല്ലാവരും ഉണ്ടാവും.